നിങ്ങൾ കരിയർ സ്വിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജോബ് സീക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാം. നിങ്ങൾ ചിലപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫീൽഡിൽ നിന്നും മാറി വേറൊരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറൊരു ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോബ് റോൾ വേറൊരു ഇൻഡസ്ട്രിയിൽ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാകാം. അങ്ങനെയുള്ള ആൾക്കാർ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫറബിൾ സ്കിൽസ് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്? ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ചില സ്കിൽസ്, ആ സ്കിൽസ് ചിലപ്പോൾ നിങ്ങളുടെ കറൻറ്റ് ജോബിൽ യൂസ്ഫുൾ ആയതായിരിക്കാം. അത് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിലും ആ സ്കിൽസ് യൂസ്ഫുൾ ആയേക്കാം എന്ന് തോന്നുന്ന ചില കോമൺ സ്കിൽസ് ഉണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ ഒരു ജോബിൽ നിന്ന് വേറെ ജോബിൽ പോകുമ്പോൾ അത് ചിലപ്പോൾ വേറെ ഇൻഡസ്ട്രി ആകാം, വേറെ ഫീൽഡ് ആകാം. പക്ഷേ ആ സ്കിൽസ് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന കുറേ സ്കിൽസ് ഉണ്ട്. അതാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അഡാപ്റ്റബിലിറ്റി, ലീഡർഷിപ്പ് സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ആ സ്കിൽസൊക്കെ റെസ്യൂമിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ കറൻറ്റ് ജോബും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും നോക്കിയിട്ട് കോമൺ ആയിട്ടുള്ള ഇങ്ങനത്തെ സ്കിൽസ് പ്രത്യേകം മെൻഷൻ ചെയ്യുക. എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിൽ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയാണ് അത് അപ്ലൈ ചെയ്തത് പഴയ ജോബിൽ.